പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് ബ്ലഡ് ലൈൻ ഫേസ് ടേൺ ചെയ്യാൻ പോകുന്നതിൻ്റെ സാധ്യതകളെ സംബന്ധിച്ചും രണ്ടാമത്തേത് ഡ്രൂ മാക്കിൻഡയറിൻ്റെ കോൺട്രാക്റ്റ് അപ്ഡേറ്റ് ആണ്. അപ്പോൾ നമുക്ക് അധികം ദീർഘിപ്പിക്കാതെ നേരെ വീഡിയോയിലോട്ട് തുടക്കാം. ആദ്യമായി പങ്കുവെക്കാനുള്ളത് സൂപ്പർ താരമായ ഡ്രൂ മാക്കിൻഡയറിനെ സംബന്ധിച്ചാണ്. ഡ്രൂ മാക്കിൻഡയർ ഇപ്പോഴും WWE ഒരു കോൺട്രാക്റ്റ് പുതുക്കിയിട്ടില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന അപ്ഡേറ്റ്. ഡ്രൂ മാക്കിൻഡയറിൻ്റെ കോൺട്രാക്റ്റ് അവസാനിക്കുന്നത് മെയ് മാസത്തിൻ്റെ അവസാനത്തിലാണെന്നുള്ളത് നിലവിൽ നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട്. ഇത്രയും അടുത്ത് കോൺട്രാക്റ്റ് എക്സ്പയർ ആകുന്ന ഡ്രൂ മാക്കിൻഡയർ എന്തുകൊണ്ട് കോൺട്രാക്റ്റ് പുതുക്കുന്നില്ല എന്നുള്ള വലിയൊരു ചർച്ച തന്നെയാണ് നിലവിൽ റെസ്ലിംഗ് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഡ്രൂ മാക്കിൻഡയർ കോൺട്രാക്റ്റ് പുതുക്കുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണ് മാനേജ്മെൻറ്റ് ഉള്ളത്. ഒരുപക്ഷെ കോൺട്രാക്റ്റ് പുതുക്കിയിട്ടുണ്ടാകും. അത് അവർ പുറത്തേക്ക് വിടാതിരിക്കാൻ എല്ലാവിധ ശ്രമങ്ങളും നടത്തുന്നതായിരിക്കാം. അങ്ങനെ നമുക്ക് ചിലപ്പോൾ കാര്യങ്ങൾ കാണേണ്ടി വരും. കാരണം ക്ലാഷ് അറ്റ് ദി കാസ്റ്റിൽ എന്ന ഇനി വരുന്ന മാസങ്ങളിൽ നടക്കാൻ പോകുന്ന ഇവൻറ്റിലേക്കും ഡ്രൂ മാക്കിൻഡയറിൻ്റെ പിക്ചറൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പോസ്റ്ററാണ് WWE മുൻകൂട്ടിയിട്ട് പുറത്തേക്ക് കൂട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കോൺട്രാക്റ്റ് പുതുക്കിയിട്ടുണ്ടാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. നിലവിൽ പുറത്തേക്ക് വരുന്ന അപ്ഡേറ്റ് കോൺട്രാക്റ്റ് പുതുക്കിയിട്ടില്ലെന്നാണ്, പക്ഷേ പുതുക്കാൻ സാധ്യതകളുണ്ട്. റെസ്ലിംഗ് ഒബ്സർവർ എന്ന് അറിയപ്പെടുന്ന ഡേവ് മെൽസറിൻ്റെ പുതിയൊരു റിപ്പോർട്ട് പ്രകാരം WWE കോൺട്രാക്റ്റ് അവസാനിപ്പിക്കുന്ന റെസ്ലേഴ്സ് AEW ഒരു സെക്കൻഡറി ഓപ്ഷനായിട്ട് ഇനി ചൂസ് ചെയ്യില്ല എന്നുള്ളതാണ്. കാരണം AEW മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കപ്പലാണെന്നുള്ളതാണ് ഡേവ് മെൽസർ പോലും പറയുന്നത്. AEWനെ കൂടുതലും സപ്പോർട്ട് ചെയ്തുകൊണ്ട് റിപ്പോർട്ട്സ് പുറത്തേക്ക് ഇറക്കാറുള്ള ഡേവ് മെൽസർ തന്നെ അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിൽ ഇങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ AEW തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണെന്ന് നമുക്ക് 100% ഒരു ഉറപ്പ് പറയാൻ സാധിക്കും. എന്തായാലും WWE റെസ്ലേഴ്സ് മിക്കതും, അതായത് സൂപ്പർ താരങ്ങളെല്ലാതും അവരുടെ കോൺട്രാക്റ്റ് പുതുക്കി കമ്പനിയിൽ തുടരാൻ തന്നെയായിരിക്കും അവരുടെ ഒരു ഉദ്ദേശം എന്നുള്ളതും ഡേവ് മെൽസർ കൂട്ടിച്ചേർക്കുന്നുണ്ട്. രണ്ടാമത്തെയും അവസാനത്തേതുമായ അപ്ഡേറ്റ് ബ്ലഡ് ലൈനെ സംബന്ധിച്ചുള്ളതാണ്. ഇക്കഴിഞ്ഞ ദിവസം WWE ദി ബംബ് എന്ന് പറയുന്ന പ്രോഗ്രാമിൽ മുൻ ബ്ലഡ് ലൈനിലെ മെമ്പറായിരുന്ന ജെ ഊസോ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ബ്ലഡ് ലൈൻ്റെ ഭാവിയെ സംബന്ധിച്ചുള്ളത് പറയുകയുണ്ടായി. ജെ ഊസോ പറയുന്നത് ഇങ്ങനെയാണ്: ബ്ലഡ് ലൈൻ പഴയ ആ ഒരു ഫാമിലി പോലെ ഞങ്ങൾ എല്ലാ പ്രശ്നങ്ങളും തീർത്തുകൊണ്ട് ഒരുമിക്കും. ഞങ്ങൾ ആ ഒരുമിക്കുന്ന സമയത്ത് ഞങ്ങളൊരു ഫേസ് റെസ്ലേഴ്സ് ആയിരിക്കും എന്നുള്ളതും ജെ ഊസോ പറയുന്നുണ്ട്. അതായത് നല്ല കുട്ടികളായിട്ടായിരിക്കും ഞങ്ങൾ അപ്പിയർ ചെയ്യുക എന്നുള്ളതും ജെ ഊസോ ഉറപ്പ് നൽകുന്നുണ്ട്. അതിൽ ജിമ്മി, റോമൻ തുടങ്ങിയവരൊക്കെ ഉണ്ടായിരിക്കുമെന്നുള്ളതും ജെ പറയുന്നുണ്ട്. പക്ഷേ നിലവിൽ ബ്ലഡ് ലൈനിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ച് യാതൊന്നും ജെ ഊസോ മെൻഷൻ ചെയ്യുന്നില്ല. അതിൽ ആരുടെ കൂടെയാണ് ജെ ഊസോ നിൽക്കുക എന്നൊന്നും ജെ ഊസോ മെൻഷൻ ചെയ്യുന്നില്ല. തൻ്റെ അർദ്ധ സഹോദരനായ ജിമ്മി ഊസോയ്ക്ക് വേണ്ടി പ്രതികാരം ചെയ്യാൻ തൻ്റെ ഇളയ സഹോദരനായ സോളോ സിക്കോവയ്ക്കെതിരെ ജെ ഊസോ അപ്പിയറൻസ് നടത്തുമോ എന്നുള്ളതിനെ സംബന്ധിച്ചും ജെ ഊസോ ഒന്നും പറയുന്നില്ല. അപ്പോൾ ജെ ഊസോ ഒരു കാര്യം വ്യക്തമാക്കുന്നത് ഞങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം തീർത്ത് ഞങ്ങളൊരു ഫേസ് ടേൺ സ്വീകരിക്കുമെന്നാണ്. അത് സന്തോഷകരമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ്. ബ്ലഡ് ലൈൻ ഒരു ഫേസ് ടേണിൽ എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ളത് എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ്. കൂടാതെ ബ്ലഡ് ലൈൻ വേഴ്സസ് ബ്ലഡ് ലൈൻ ആ ഒരു സ്റ്റോറി നടക്കുന്ന സമയത്ത് ജെ ഊസോയുടെ സ്റ്റാൻഡ് ഏത് ഗ്രൂപ്പിൻ്റെ ഒപ്പം ആയിരിക്കും എന്നുള്ളതും എല്ലാവരും നോക്കുന്നുണ്ട്. മിക്കവാറും അത് റോമൻ റെയിൻസിൻ്റെ കൂടെ ആയിരിക്കാനും സാധ്യതകളുണ്ട്. റോമൻ റെയിൻസിൻ്റെ ഒരു തിരിച്ചുവരവ് ഈ അടുത്തൊന്നും നമുക്ക് കാണാൻ സാധിക്കില്ല എന്നുള്ളത് ഇന്നലെ പങ്കുവെച്ച വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ്. അതുകൊണ്ട് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കുന്നില്ല. വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.